നമസ്കാരം. എല്ലാ പ്രവാസികൾക്കും മലയാളി വാർത്തയുടെ ഓണാശംസകൾ. ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യാത്രാ നിർദ്ദേശങ്ങൾക്ക് അഴിച്ചുപണി വരുത്തിയിരിക്കുകയാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ ചില രാജ്യങ്ങളുടെ യാത്രാവിലക്ക് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. ഇന്ത്യ, ഈജിപ്ത്, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്കുകളാണ് പിൻവലിക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റിലേക്ക് നേരിട്ട് യാത്രയ്ക്ക് അനുമതിയുണ്ടാകും. വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും റെസിഡൻസി വിസയുള്ളവർക്കും ഇല്ലാത്തവർക്കും കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്ന പൗരന്മാരും പ്രവാസികളും ഷെലോനിക് ആപ്പിൽ മുൻകൂട്ടി യാത്ര രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. കുവൈറ്റിൽ സിവിൽ ID ഇല്ലാത്തവർ അഥവാ റെസിഡൻസി വിസ ഇല്ലാത്തവർ കുവൈറ്റിലെത്തിയ ശേഷം ലോക്കൽ മൊബൈൽ നമ്പർ എടുത്ത് ഷെലോനിക് ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കാണിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കണം. 72 മണിക്കൂറിനകം നടത്തിയ PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. വാക്സിൻ എടുത്തവർക്ക് ഹോം ക്വാറന്റൈൻ എന്നതാണ് അടുത്ത തീരുമാനം. കുവൈറ്റിൽ അംഗീകരിക്കപ്പെട്ട വാക്സിൻ എടുത്ത് സിവിൽ ID ഉള്ളവരും ഇല്ലാത്തവരും കുവൈറ്റിലെത്തിയ ശേഷം 7 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണം. ഹോം ക്വാറന്റൈൻ വേഗത്തിൽ തന്നെ തീർക്കണം എന്നുള്ളവർ PCR ടെസ്റ്റ് നടത്തണം. പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ അതുമുതൽ ഹോം ക്വാറന്റൈൻ വേഗത്തിൽ തീർക്കാവുന്നതാണ്. കുവൈറ്റിൽ റെസിഡൻസി വിസ ഇല്ലാത്തവരും വാക്സിൻ എടുത്തവരുമായ യാത്രക്കാർ കുവൈറ്റിലെത്തി 24 മണിക്കൂറിനകം PCR ടെസ്റ്റ് നടത്തിയിരിക്കണമെന്ന കർശന നിർദ്ദേശവും നൽകുന്നുണ്ട്. ഫൈസർ, ബയോൺടെക്, ഓക്സ്ഫോർഡ്, ആസ്ട്രാസെനേക്ക, മൊഡേണ എന്നീ വാക്സിനുകളുടെ 2 ഡോസുകൾ അല്ലെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിന്റെ 1 ഡോസ് എന്നിവ എടുത്തവരെയാണ് വാക്സിനേറ്റ് ചെയ്യപ്പെട്ടവരായി പരിഗണിക്കുകയുള്ളൂ എന്നാണ് അടുത്ത തീരുമാനം. എന്നാൽ കുവൈറ്റ് അംഗീകാരം നൽകിയിട്ടില്ലാത്ത വാക്സിനുകളായ സിനോഫാം, സിനോവാക്, സ്പുട്നിക് V എന്നിവ സ്വീകരിച്ചിട്ടുള്ളവർ കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്സിന്റെ ഒരു അധിക ഡോസ് സ്വീകരിച്ചുകൊണ്ട് കുവൈറ്റിൽ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട്. കുവൈറ്റിൽ നിന്ന് വാക്സിൻ എടുത്തവരാണെങ്കിൽ ഇമ്മ്യൂൺ ആപ്പിലോ കുവൈറ്റ് മൊബൈൽ ID ആപ്പിലോ തെളിവ് കാണിക്കണം. കുവൈറ്റിന് പുറത്ത് വെച്ച് വാക്സിൻ എടുത്തവരാണെങ്കിൽ അവരുടെ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ടിലെ പേര്, സ്വീകരിച്ച വാക്സിൻ, തീയതി, സ്ഥലം, QR കോഡ് എന്നിവ ഉണ്ടായിരിക്കണം. QR കോഡ് ഇല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കി. വാക്സിൻ എടുക്കാത്തവരോ ഭാഗികമായി മാത്രം വാക്സിൻ എടുത്തവരോ ആണെങ്കിൽ അവർക്ക് 7 ദിവസത്തെ സ്ഥാപന ക്വാറന്റൈൻ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം 7 ദിവസത്തെ ഹോം ക്വാറന്റൈനും നിർബന്ധമാണ്. ഇവർ കുവൈറ്റിലെത്തിയ ശേഷം ആദ്യ ദിവസവും 6ാം ദിവസവും PCR ടെസ്റ്റ് നടത്തിയിരിക്കണം. ഇതിനുള്ള ചെലവ് സ്വന്തമായി തന്നെ നോക്കണം. മുസാഫിർ ആപ്പ് വഴിയാണ് പരിശോധനാ ഫീസ് അടയ്ക്കേണ്ടതെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വാക്സിൻ എടുക്കാത്ത വീട്ടുവേലക്കാർക്ക് ഈ നിബന്ധനകൾ ബാധകമല്ല. എന്നാൽ അവരുടെ യാത്രാ വിവരങ്ങൾ ഗൃഹനാഥൻ ബിൽ സലാമ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. പ്രവാസികൾ എല്ലാവരും ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.